ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് യൂബറോട് ഇറങ്ങിയേക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പതിവ് പോലെ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 10:30 ആവാറായിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ഇന്ന്. 10:26 ശനിയാഴ്ചയാണ്. എങ്ങനെ നോക്കിയാലും ഈ ഒരു ടൈം ആവും എണീറ്റേക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ ശനിയാഴ്ചയാണ് ഇന്ന്. അത്യാവശ്യം ഓട്ടോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചിലപ്പോൾ കുറവായിരിക്കും. എന്തായാലും നമ്മുടെ ടാർഗറ്റ് ആയ ഒരു 12,600 2,800 രൂപയൊക്കെ നേരത്തെ ഓടി ഒപ്പിക്കാൻ പറ്റിയ കൊള്ളാം എന്നുള്ളൊരു മൈൻഡിലേക്കാണ്. അപ്പോൾ ബാക്കി എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ വള്ളി കേട്ട് വരുമെന്നൊക്കെ നോക്കാം നമുക്ക്. അങ്ങനെ മൂലംകുഴിയുടെ അവിടെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടുണ്ട്. ഒരു ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ ഞാൻ എപ്പോഴും കൊണ്ടുവന്ന് ഒതുക്കാറ്. ഇവിടെ നിന്നാകുമ്പോ ചെറിയ ചെറിയ ട്രിപ്പൊക്കെ അടിക്കോള്. ഇന്റർസിറ്റിയൊക്കെ കിട്ടിയ കാലം മറന്നു. പിന്നെ ഈ പ്രശ്നമുള്ള ഞാൻ ഒരു സംഭവം കാണിച്ചിട്ട് പേയ്മെന്റ് ചെയ്തേണ്ട. പേയ്മെന്റ് ചെയ്യണം ഇങ്ങനെ. ഇപ്പൊ 636 രൂപ മൈനസ് കാണിച്ചേക്കണം. ഞാൻ അങ്ങോട്ട് കൊടുക്കാറില്ലേ. അപ്പൊ നാളെ ക്യാഷ് ട്രിപ്പ് പിന്നെ കിട്ടാണ്ടാവും ഈ ടൈം ആകുമ്പോഴത്തേക്കും. അപ്പൊ അതിന് മുമ്പ് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്താ മേക്ക് പേയ്മെന്റ് ചെയ്യുക. പേടിഎം വഴിയാ. നമ്മുടെ പിൻ നമ്പർ അടിച്ചിട്ട് ഇത് ചെയ്യണം. പേയ്മെന്റ് എണ്ണായി. ഇനിയിപ്പോ നമ്മ വാലറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മ പേയ്മെന്റ് ഒന്നും കൊടുക്കാനില്ല. അപ്പോ ഇനി ട്രിപ്പിന് വെയിറ്റ് ചെയ്യണേ. ഫസ്റ്റ് ട്രിപ്പ് ഇപ്പൊ തന്നെ കിട്ടുവാന്നൊന്നും അറിയില്ല. പെട്ടെന്ന് കിട്ടിയ രക്ഷപ്പെട്ട്. പോസ്റ്റ് അടിച്ച് കിടക്കണേണ് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി. CNG കുറച്ച് കുറവാണ്. ഒരു 1-2 ട്രിപ്പ് എടുക്കാനൊക്കെ ഉണ്ടാവുള്ളു. എന്തായാലും ഫസ്റ്റ് പമ്പിൽ കയറുമ്പോ അടിക്കണം. നോക്കട്ടെ. ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ മിസ്സായാന് പള്ളിമുക്കിലേക്ക്. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ CNG കുറച്ച് കുറവാണ്. അപ്പൊ ഞാൻ പമ്പിലേക്ക് പോണേ. വേറെ വല്ല വലിയ ലോങ് ട്രിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അപ്പോ എന്തായാലും ഫില്ല് ചെയ്തിട്ടേക്കാന്ന് ഓർത്താ പമ്പിൽ പോയി CNG അടിക്കാൻ പോണേ. അങ്ങനെ ഒരു 710 രൂപക്ക് CNG അടിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടുണ്ട്. അപ്പോ എന്തായാലും ട്രിപ്പ് അടിച്ചിടാന്ന് ഓർത്താ. ഫസ്റ്റ് ട്രിപ്പ് ഒരു ചെറിയ ട്രിപ്പായിരുന്നു. വല്ല ലോങ് ട്രിപ്പൊക്കെ അടിച്ചാലാന്ന് ഓർത്തിട്ട് അങ്ങോട്ട് ഓടിച്ച് പിന്നെ CNG അടിക്കാനായിട്ട് വന്നത്. അത് എയർ അടിക്കാൻ വേണ്ടി നിക്കണേ. എയർ ചെക്ക് ചെയ്തോണ്ടിരിക്കണേ. കുറച്ച് ദിവസമായി ചെയ്തിട്ട്. അപ്പോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെറിയ ട്രിപ്പാണ്. മെഡിക്കൽ ടെസ്റ്റിലേക്കായിരുന്നു. നോക്കാൻ ബാക്കി. അങ്ങനെ ഒരു ചെറിയ ട്രിപ്പും കൂടി കിട്ടി. 122 രൂപ. ഒരു 3.something കിലോമീറ്റർ ഉണ്ടായില്ല. വൈറ്റില ഹബിന്റെ അടുത്തേക്കായിരുന്നു. ചെറിയ ട്രിപ്പൊക്കെ അടിച്ചിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശോകമാണ്. ഒരു നല്ല വലിയ ട്രിപ്പൊക്കെ കിട്ടുമെങ്കിൽ ഒറ്റയടിക്ക് എമൗണ്ട് കയറും. ഇല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയുള്ളു. നോക്കാം. എന്തായാലും കുറച്ചു നേരം പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ നിന്ന് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചിങ്ങോട്ട് നീക്കി ഇട്ടിട്ടുണ്ടായി. അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് ഓടിച്ച് മാറ്റിയിട്ടുണ്ട്. അവിടെ കിടന്ന് പോസ്റ്റ് ആയതുകൊണ്ടിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടതാ. അതെ മട്ടാഞ്ചേരിക്ക് അടിച്ചേക്കണം. പോട്ടെ. അങ്ങനെ ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് 211 രൂപ അതിൽ നിന്ന് കിട്ടി. എല്ലാം ചെറിയ ട്രിപ്പായിട്ടാണ്. 1 മണി ആവാറായിട്ടുണ്ട്. അപ്പൊ മട്ടാഞ്ചേരിയിലേക്കായിരുന്നു. ഇവിടെ ഭണ്ഡാരീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി തുടങ്ങാലെന്ന് ഓർത്തിരിക്കണേ. ടോട്ടൽ അപ്പൊ ഒരു 515 രൂപ ആയിട്ടുള്ളു. ശോകമാണ്. എനിക്ക് തോന്നുന്നു നൈറ്റൊക്കെ ആകുമ്പോഴേ കുറച്ച് ഓട്ടം ഉണ്ടാവുള്ളൂന്നാ തോന്നണത്. നോക്കട്ടെ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജൂട്ട് ടൗണിന്റെ അവിടെ വണ്ടി കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് നോ പാർക്കിങ് വണ്ടി ഒതുക്കി വെയിറ്റിങ്ങിലാണ്. ഓൺ ചെയ്തേ ഉള്ളു. ശോകമാണ് ഓട്ടം. എനിക്ക് തോന്നണത് ആൾക്കാരൊക്കെ വെയിലും ചൂടൊക്കെ കൊണ്ടിട്ടേ, പിന്നെ നോമ്പും അത് ഇതൊക്കെ കൊണ്ടിട്ട് നൈറ്റൊക്കെ കൂടുതൽ പുറത്താട്ടിറക്കണേന്ന് തോന്നണം. എന്തായാലും നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. മാക്സിമം ഒരു 12,800 രൂപ എങ്ങനെയെങ്കിലും ഓടണം.
വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് അടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എയർപോർട്ടൊക്കെ കിട്ടിയ കാലം മറന്നു ഉണ്ടാവും. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് മ്യൂസിയത്തിൽ നിന്ന്. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ നന്നായി. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിൽക്കണായിരുന്നു അപ്പോഴാണ് അടിച്ചത്. അങ്ങനെ മട്ടാഞ്ചേരി ആ ട്രിപ്പ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നോർത്തിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കച്ചേരിപ്പടിക്കാറുന്നത്. അതിന്റെ അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് കിട്ടി വെണ്ണല ഭാഗത്തേക്ക്. അപ്പൊ അതിൽ ലാസ്റ്റ് ട്രിപ്പില് 191 രൂപ കിട്ടിക്കണം. അപ്പൊ ഇപ്പൊ 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വെണ്ണല ഉള്ളത്. അപ്പോ 944 രൂപ ഇട്ടുണ്ട്. സമയം ഒരു 3 മണി ആവാറായിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. ഹലോ, ആ യൂബർ ബുക്ക് ചെയ്തില്ലേ ഇപ്പോ? മെഡിക്കൽ സെന്ററിലല്ലേ? ആ ഓക്കെ, ഒരു മിനിറ്റ് ടൈപ്പ് പറയാം. ഓക്കെ ഓക്കെ, ഇവിടെ പുറത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ വരാട്ടോ. ശരി. അപ്പൊ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോ കുറച്ചിങ്ങോട്ട് മെഡിക്കൽ സെന്ററിനെ അങ്ങോട്ട് മാറ്റിയിട്ടതാണ്. ഒരു അരമണിക്കൂറിൽ കൂടുതലായി നേരത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പഴാ കിട്ടിയത്. ശനിയാഴ്ചയായിട്ടും ശോകമാണ്. നൈറ്റാണ് ട്രിപ്പ് ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നണത്. ഇതെന്തോ ചെറിയ ട്രിപ്പാണ്. എന്തായാലും പിക്ക് ചെയ്തിട്ട് പോയി. അങ്ങനെ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തു. അതിൽ 150 രൂപ കിട്ടിയത്. അത് ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായി. കെന്റിന്റെ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ് വന്നത്. നല്ല മഴക്കാരുണ്ട്. മഴ അടിക്കാൻ പോണെയാണെന്ന് തോന്നാൻ. നല്ല ബ്ലോക്കായിരിക്കും മഴ അടിച്ചത്. അതൊരു പ്രശ്നം. ടോട്ടലി 1100 രൂപ ആറായിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ ട്രിപ്പാ കിട്ടണം. അതാ പ്രശ്നം. മഴ നൈസായിട്ടൊന്ന് പൊടിയുന്നുണ്ട്. ബ്ലോക്ക് ആവാണ്ടിരുന്ന ആദ്യം മൊത്തം. നല്ല മഴ അടിച്ചിട്ടുണ്ട് കേട്ടാ. അത്യാവശ്യം റോഡിലൊക്കെ തിരക്കായിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്കായിരിക്കും റോഡ് മൊത്തം. അതാ ഒരു പ്രശ്നം. ഞാനപ്പോ തിരിച്ചോടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചേ ഉണ്ടായുള്ളു. മെഡിക്കൽ സെന്ററിന്റെ അങ്ങോട്ട് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് ഇട്ടേക്കണത്. അതിന്റെ ഇടയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു. പക്ഷെ അത് റാൻഡമായിട്ട് എടുത്തിട്ട് കിട്ടിയില്ല. അപ്പൊ പിന്നെ ഞാൻ പതിയെ ഇങ്ങോട്ട് മാറ്റിയിട്ട് നോക്കിയാ ഇപ്പൊ തന്നെ സ്ലോ മൂവിങ് ആയിട്ടുണ്ട്. എടാ മിക്കവാറും നല്ല ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മെഡിക്കൽ സെന്ററിൽ നിന്നാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോ മിക്കവാറും ഒരു നേരം ആവോ അവിടെ എത്തുമ്പോ. കലൂരേക്ക് പോകണം. ബ്ലോക്കിൽ കൂടിയൊക്കെ ഒരു നേരം ആവുമെന്ന് തോന്നണം ഈ മഴയും കൂടി ആയതുകൊണ്ട്. എന്തായാലും പിക്ക് ചെയ്യട്ടെ. അങ്ങനെ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 150 രൂപ കിട്ടിയത്. ഒരു 5 കിലോമീറ്റർ പറ്റിയ ഓടാനുണ്ടായത്. എല്ലാം ചെറിയ ചെറിയ ട്രിപ്പായിട്ടാണ്. പ്രതീക്ഷ അത്രയും ബ്ലോക്കൊന്നും ഉണ്ടായില്ല കേട്ടാ. വലിയ ബ്ലോക്കില്ലായിരുന്നു. ഇപ്പൊ സമയം 5 മണി ആവണതേ ഉള്ളു. 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ മഴ ഇങ്ങനെ നിൽക്കണമെങ്കിൽ നല്ല ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഏകദേശം കൊച്ചിയൊക്കെ മുങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. ഇനി നല്ല ഇങ്ങനെ തന്നെ ഒരു 3-4 മണിക്കൂർ നിൽക്കുന്നാണെങ്കിൽ മെട്രോന്റെ അടിയിലൊക്കെ ഫുള്ള് വെള്ളമായിട്ട് മുങ്ങും. അവിടെയൊക്കെ ഉറപ്പാ. കുറഞ്ഞിട്ടുണ്ട് കുറച്ച്. ട്രിപ്പ് അടിച്ചാൽ മതിയായിരുന്നു പെട്ടെന്ന് നോക്കാം. വലിയ ട്രിപ്പാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എമൗണ്ട് കയറി. റാൻഡായിട്ട് അടിച്ചത്. അത് കിട്ടിയിട്ടുണ്ടാ? കിട്ടി. എടപ്പള്ളിക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ എടുത്താലേ കിട്ടുള്ളൂ. അതാ ഒരു ടാസ്ക്. അങ്ങനെ ഇടയ്ക്ക് മിസ്സായും പോവും. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യട്ടെ പോയി. അങ്ങനെ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 1355 രൂപ. 8 ട്രിപ്പ് എടുത്തിട്ട് ഇത്ര രൂപയായിട്ടുള്ളു. എല്ലാം ചെറിയ ട്രിപ്പായിട്ടാ. ശോകമാണ്. അപ്പൊ അത് ലുലുവിന്റെ അടുത്ത് തന്നെ ഉണ്ട്. നമ്മ സാധാരണ സാറ്റർഡേനേക്കാളും ശോകമാണ്. അല്ല ഇതെല്ലാം ചെറിയ ട്രിപ്പ് കിട്ടിയുണ്ടോ? അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു 10 ട്രിപ്പൊക്കെ എടുക്കുമ്പോ തന്നെ നല്ലൊരു എമൗണ്ട് ആയേന്. പിന്നെ എന്തായാലും ഇവിടെ ഉള്ളതുകൊണ്ടിട്ട് ഒരു 5 മിനിറ്റ് ഇവിടെ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ സ്വന്തം ലുലു മാളിന്റെ അകത്തേക്ക് കയറ്റിയിടല എന്നോർത്തിട്ട്. അപ്പൊ നമ്മ പതിവ് പോലെ ട്രിപ്പ് കിട്ടാണ്ടായപ്പോഴത്തേക്കും പതിയെ ലുലു മാളിന്റെ അകത്തേക്ക് കയറ്റിയിട്ട് നോക്കാന്നോർത്ത് ഇങ്ങനെ നിൽക്കണാണ്. ബായി ഇനി പറഞ്ഞ് വിടുമ്പോ പോരാ, ഇല്ലെങ്കിൽ കിട്ടിയാ രക്ഷപ്പെട്ടെന്നുള്ള മൈൻഡില്. എന്തായാലും
നോക്കാം. അങ്ങനെ ലുലുന്ന് ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയായിരുന്നു, കയറ്റിയിട്ടപ്പോൾ തന്നെ കിട്ടിയായിരുന്നു. ഇതേണ്ട എടപ്പള്ളി നേതാജി നഗർ, അത് ലുലു മാളാണ് അങ്ങനെ കാണിക്കണത്. അതിൽ നിന്ന് ഈ കങ്ങരപ്പടിയൊക്കെ കഴിഞ്ഞിട്ട് പൂക്കാട്ടുപടിക്ക് പോണ റൂട്ട് അങ്ങോട്ടാണ് ഇത്. അപ്പോൾ അതിൽ 319 രൂപകളൊക്കെ ആയിട്ട് 248 രൂപ നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ 6:45 ആയിട്ടുണ്ട്. കണ്ട 248 രൂപ അതിൽ കിട്ടിയത്. ടോട്ടൽ 1600 സംതിങ് ആയിട്ടുണ്ട്. അപ്പോ ഇന്ന് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ശോകമാണ്, കുറച്ച് ഓട്ടം ഇച്ചിരി കുറവാണ്. അപ്പോ ഇനിയിപ്പോ നോൻപൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ച് ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളു. പിന്നെ എന്തായാലും ഇവിടെ കുറച്ചു നേരം നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും മാറ്റിയിടാലാന്ന് ഓർത്തിരിക്കണാണ്. പിന്നെ നമുക്കിതിൽ കിട്ടിയേക്കുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് 9 ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു 250 രൂപ 200 രൂപയുടെ ട്രിപ്പ് ആയിരുന്നെങ്കിൽ തന്നെ ഒരു 10 ട്രിപ്പ് കിട്ടി കഴിയുമ്പോ 2000 ആയന്. അപ്പൊ 250 ആയിരുന്നെങ്കിൽ ഒരു 2500 ആയന് 10 ട്രിപ്പ് എടുക്കുമ്പോ തന്നെ. പക്ഷെ ഇതിപ്പോ നമുക്ക് ചെറിയ ട്രിപ്പാ കൂടുതലും കിട്ടിയേക്കണം. അപ്പൊ നോക്കാനാണെങ്കിൽ ഇപ്പൊ ഇത്രയും എമൗണ്ട് ആയിട്ടുള്ളു. അപ്പൊ നമ്മുടെ ടൈം അത്രയും വേസ്റ്റ് ആയി പോണല്ല. നല്ലൊരു ട്രിപ്പ് കിട്ടിയാ കൊള്ളാം. എന്തായാലും വെയിറ്റിംഗിലാണ്. ഇനിയിപ്പോ നൈറ്റൊക്കെ ഓട്ടം ഉണ്ടാവും തോന്നാം, വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ടിട്ട്. പക്ഷെ ഈ സമയത്തൊക്കെ ഇനി നോമ്പ് പറയാൻ ഇതൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ചിലപ്പോ കുറച്ച് ശോകമായിരിക്കും. അങ്ങനെ നമ്മ 10 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 1845 രൂപ കിട്ടിയേക്കണം. ശോകം. ചെറിയ ട്രിപ്പൊക്കെ ഉണ്ട്. ഇപ്പൊ ഭാരത് മാതാ കോളേജിന്റെ അവിടെ ഉണ്ട് ഞാൻ. അപ്പോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം പോസ്റ്റ് ആയിരുന്നു. അപ്പൊ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഉന്നയിച്ച്. അപ്പൊ ഇനി ഇവിടെ നിന്ന് അടിക്കുവാന്ന് നോക്കണം. ഇപ്പൊ സമയം ഒരു 8 മണി ആവാറായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു 9-10 മണി വരെയൊക്കെ മാക്സിമം ഓടുള്ളൂ. അപ്പോ അങ്ങനെ ഇപ്പൊ തന്നെ അടിച്ചാൽ കൊള്ളാം. അതേ ഒരെണ്ണം എറണാകുളം നോർത്തിന്റെ അവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും പോട്ടെ. അങ്ങനെ തൃക്കാക്കരന്ന് എറണാകുളം നോർത്തിലേക്കാർന്ന ട്രിപ്പ്. നോർത്തിന്റെ അവിടെ നിന്ന് അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ അവിടെ നിന്ന് ഇവിടെ നമ്മുടെ MG റോഡിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് കുറച്ച് നീക്കിയിട്ടതാണ്. അപ്പൊ ടോട്ടലി 2084 രൂപ ആയിട്ടുണ്ട്. അപ്പോ അങ്ങനെ വെയിറ്റ് ചെയ്ത് മടുത്ത് ആ എമൗണ്ടിന്ന് അനക്കൊന്നുമില്ല. അപ്പോ 9:15 ആയിട്ടുണ്ട്. നൈസായിട്ട് മടുപ്പാൻ തുടങ്ങി. ഞാൻ ഇപ്പൊ കുറച്ചും കൂടി ഇങ്ങോട്ട് ഓടിച്ച് മാറ്റിയായിരുന്നു. പതിയെ വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കണേ. അപ്പൊ ഇന്നത്തെ കാര്യം നോക്കാനാണെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്കും വിചാരിച്ചേണ്ട ഒരു 22,500 രൂപ 2,800 രൂപയെങ്കിലും ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ചൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ 8 മണി 9 മണി ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ എമൗണ്ട് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല, ശനിയാഴ്ച അത്യാവശ്യം സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഓട്ടോ ഉള്ള ദിവസം കൊണ്ടിട്ട് ഏൺ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. പക്ഷേ നോ രക്ഷ. ഇപ്പൊ 2000 ചെറിയ ടിപ്പൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ 2084 ഇതിൽ ഓടിയുണ്ട്. 2100 രൂപ ആ ഒരു എമൗണ്ടൊക്കെ നമ്മൾ ഇന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളു. അപ്പോ ഇപ്പൊ ഈ നോമ്പും ഇതൊക്കെ ഉള്ളത് കൊണ്ടിട്ടായിരിക്കും നമുക്ക് ഓൾറെഡി. പക്ഷെ ഒരു 11 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട 11 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം നമുക്ക് കിട്ടിയതെല്ലാം ചെറിയ ട്രിപ്പായിരുന്നു. അതാ പ്രശ്നം. ഒരു 250 രൂപയുടെ ആ ഒരു റേഞ്ചിലുള്ള ട്രിപ്പൊക്കെ കിട്ടിയെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 10 ട്രിപ്പ് എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ 22,500 രൂപ ആയാന്. ചെറിയ ട്രിപ്പ് ആയതുകൊണ്ടായിരിക്കും. അപ്പോ പിന്നെ എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കും, നല്ല രീതിക്ക് ഓട്ടം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നേരത്തെ വീഡിയോയിലൊക്കെ ആണെങ്കിലും. നമുക്ക് ഞാൻ ഓട്ടോ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര മോശമായിട്ട് വന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ ഇന്നിപ്പോ കുറവാർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 10:30 ഇറങ്ങിയിട്ട് 2100 രൂപ ആ റേഞ്ചിൽ ഇപ്പൊ ഒരു 9 മണി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഓടാൻ പറ്റി. 11 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ചെറിയ ട്രിപ്പായിരുന്നു. അപ്പോ പക്ഷെ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മ ശനിയാഴ്ച വേണ്ടിട്ട് ഇങ്ങനെ വരുമെന്ന് ഇടദിവസത്തെ പോലെയല്ല, ശനിയാഴ്ച വേണ്ടിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുമായിരിക്കുമെന്ന്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ ദിവസം ഓരോ രീതിയിലാണ്. അപ്പോൾ ഈ നോമ്പും ഇങ്ങനെയുള്ള ഇപ്പൊ ക്രിസ്ത്യൻസിന്റെയും ഇതിന്റെ മുസ്ലിംസിന്റെയും നോമ്പ് ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കും. അപ്പോ
ഈ മാസം ചിലപ്പോൾ ഇച്ചിരി ശോകമായിരിക്കും. ഇപ്പം ഇന്ന് ശനിയാഴ്ച തന്നെ ഇത്രയും മോശമാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്നിപ്പോൾ മോശമായിട്ടെങ്കിൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ മറ്റന്നാൾ മൺഡേയും ട്യൂസ്ഡേ ഒക്കെ ചിലപ്പോൾ അത്യാവശ്യം ഓട്ടം ഉണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ കുറച്ചും കൂടി മാക്സിമം രാവിലെ എണീറ്റ് ഓടാൻ നോക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നിപ്പോൾ എന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നല്ല രീതിക്ക് ലാഗടിച്ചായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ തന്നെ മടുപ്പാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഇപ്പോഴും ഞാൻ കുറേ നേരം കിടന്നത്. ഇപ്പോഴും ഓൺലൈനിലാണ് സംഭവം. പക്ഷേ ഒരു രക്ഷയില്ല. അപ്പം ഇനി ഞാൻ വിചാരിച്ച രാത്രി ആകുമ്പോഴത്തേക്കും കുറച്ച് ഓട്ടം ഉണ്ടാവുമെന്നാണ്. അപ്പോൾ നോമ്പോറൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ വല്ല ഓട്ടം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് വെറുതെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നൈസായിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഒരു വീഡിയോ എടുക്കാൻ നേരത്ത് നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തത്. പക്ഷേ രക്ഷയില്ല. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും അന്നത്തെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ള രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ ഇന്നപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. എല്ലാ ദിവസവും നല്ലതാവണമെന്നില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ച കൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ബൈ.